തന്നെയാ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടി കുടുംബം ഹർജി കൊടുത്തിരിക്കുന്നു. അതിൽ വിശദമായ വാദം നടന്നു. ആ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്നുള്ള രീതിയിലുള്ള പല അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഹൈക്കോടതി നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ കണ്ണുനീർ കാണുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും കോടതിയുടെ തുടക്കത്തിലേ ഉള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. പാർട്ടി സഖാക്കളുടെ അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയായ നവീൻ ബാബുവിനെയും കുടുംബത്തെയും പാർട്ടി തള്ളിക്കളഞ്ഞെങ്കിൽ പോലും നീതിന്യായ വ്യവസ്ഥ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് നീതി കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഉമിനീര് ഒലിച്ച് താഴേക്ക് പോയി എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അത് കൃത്യമായി വരാത്തത്? അതിലെന്തുകൊണ്ട് വിശദമായ അന്വേഷണം നടത്താത്തത്? അപ്പോൾ പോലീസ് സർജൻ അങ്ങനെയാണെങ്കിൽ ആരോപണങ്ങൾ ചില ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ട് പറയുകയാണ്, അത്തരത്തിൽ പോലീസ് സർജനെതിരെ ആരോപണമുണ്ടെങ്കിൽ പോലീസ് സർജനെ കൃത്യമായി ചോദ്യം ചെയ്യണ്ടേ? പോലീസ് സർജൻ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കുടുംബത്തെ അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് ഈ പോലീസ് സർജൻ ആഗ്രഹിക്കുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയാണ് നമുക്ക് മുന്നിൽ. ഈ നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ ആരോപിച്ച കാര്യങ്ങളിൽ എന്ത് വ്യക്തതയാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ തീർപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഈ മുനീശ്വർ കോവിലിൽ വന്ന സുഹൃത്ത് ഉൾപ്പെടെ, ഈ 3 തവണ ഓട്ടോറിക്ഷയിൽ കയറി എന്നതിന്റെ തെളിവ് ഉൾപ്പെടെ, ഈ പ്രശാന്തൻ ഈ നവീൻ ബാബുവിനെ കണ്ടതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നിട്ട് പ്രശാന്തിനെ പ്രതി പോലും ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം കൈക്കൂലി വാങ്ങുന്നത് കൊടുക്കുന്നത് ശിക്ഷാർഹമാണ്. അത്തരത്തിൽ നിയമം നിലനിൽക്കുമ്പോൾ പോലും എന്തുകൊണ്ട് പ്രശാന്തിനെതിരെ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ ഈ ഭരണ സംവിധാനം അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ പോലീസ് സർജനുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയും വൈകിപ്പിച്ചതിന്റെ കാരണം എന്താണ്? കോടതിയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? മറ്റൊന്ന്, ഈ നവീൻ ബാബു മരണപ്പെട്ട ആ ഒരു സമയവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ? നമ്മളൊക്കെ മീഡിയ പ്രവർത്തകരായിട്ട് കുറച്ചുകൂടി ഇക്കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ സാധാരണ ജനങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, ഒരു ദുരൂഹ മരണം സംഭവിച്ചാൽ ആ വീട്ടുകാർ എത്ര ദൂരെ നിന്നാണെങ്കിലും അവർ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കൂ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ വീട്ടുകാർ വരുന്നതിന് മുൻപേ അല്ലെങ്കിൽ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപേ ആ പരിചയമുള്ള ആളുകൾ വരുന്നതിൻ്റെ പോലീസിന്റെ ഏതോ ബന്ധുവാണ് മരിച്ചതെന്ന് കരുതി പോലീസ് തന്നെ അത് എടുത്തുകൊണ്ട് പോകുന്നു. ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബം ആവശ്യപ്പെട്ടിട്ട് കളക്ടർ പറഞ്ഞ എന്താണ്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ട, നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം അവിടേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ഞാൻ ചെയ്തു തരാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? കൃത്യമായ നടപടിക്രമങ്ങൾ കളക്ടർ ഭാഗത്തുനിന്നുണ്ടായോ? കളക്ടറുടെ ചേംബറിൽ പോയി തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞു എന്ന് പറയുന്ന അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ പരിശോധിച്ചു. അപ്പോൾ പോലീസ് നിഷ്പക്ഷമാണ്, അത് നവീൻ ബാബുവിന്റെ ഭാര്യ പറയുന്നുണ്ട്. പക്ഷേ പോലീസിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ നിഷ്പക്ഷമാണോ എന്നവർ ചോദിക്കുന്നുണ്ട് എങ്കിൽ ആ ചോദ്യം കൃത്യമാണ്. അത് കൊള്ളുന്നത് പിന്നെ ഗോവിന്ദനും പിണറായിക്കുമാണ്. CBI അന്വേഷണം വന്നാൽ ആദ്യം ഈ ലെറ്റർ, ഈ ഈ നവീൻ ബാബുവിനെതിരെയായിട്ടുള്ള പരാതി തയ്യാറാക്കിയത് തലസ്ഥാനത്തെ CPM കേന്ദ്രത്തിൽ നിന്നാണെന്ന് പറയുന്നു. തലസ്ഥാനത്തെ CPM സഹാക്കളാണെന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇതെങ്ങോട്ടാണ് ഈ ലെറ്റർ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ തയ്യാറാക്കിയത്, ഈ പരാതി തയ്യാറാക്കിയത് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ CBI ചെന്ന് കയറുന്നത് AKG സെന്ററിലായിരിക്കുമോ എന്നുള്ളത് മാത്രം ഇനി നോക്കിയാൽ മതി. നവീൻ ബാബുവിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി ഷംസീറും ഗോവിന്ദനും ഒക്കെ എത്തിയിട്ടും കാര്യങ്ങളൊന്നും കൃത്യമായി പോയില്ല. അല്ലെങ്കിൽ ഗോവിന്ദനും ഷംസീറും പറയുന്നിടത്ത് നവീൻ ബാബുവിന്റെ ഭാര്യ നിന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, 55 കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെയാണ് 1 മുഴം കയറിൽ തൂങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. അതും വളരെ കട്ടിയില്ലാത്ത നമ്മളെ അങ്ങനത്തെ ഒരു കയറിലേക്ക് എങ്ങനെയാണ് നവീൻ ബാബു തൂങ്ങിയതെന്ന സംശയം ചോദിക്കുന്നുണ്ട്. പിന്നെ പല ഭാഗത്തും ഈ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വരാൻ സാധിക്കാത്ത ചില ചതവുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചതവുകളൊക്കെ ശരീരത്തിൽ വന്നാൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ
വരില്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. അത്തരത്തിൽ ഈ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മുറിപ്പാടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മരണസമയത്ത് ഉമിനീര് പുറത്തേക്ക് ഒലിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒന്നും കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളൊന്നും പോലീസ് ശേഖരിച്ചിട്ടില്ല. അതിൽ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് കളക്ടറുടെ ചേംബറിലേക്ക് നവീൻ ബാബു പോയി എന്ന് പറയുന്നുണ്ട്. തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ നവീൻ ബാബു പോയി എന്ന് പറയുന്നുണ്ട്. ഈ കളക്ടറെ ചേംബറിന്റെ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ ഇതുവരെ ശേഖരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല ഒരു 7 അംഗം ഉൾപ്പെടുന്ന ഒരു കാറിലേക്ക് നവീൻ ബാബുവിനെ കയറ്റി എന്ന് പറയുന്നുണ്ട്. ആ കാറിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. മുനീശ്വർ കോവിലിൽ വന്ന സുഹൃത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നില്ല. ഓട്ടോറിക്ഷയിൽ പോയി എന്ന് പറയുന്ന ആ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. അപ്പോൾ മുഴുവൻ ദുരൂഹതയാണ്. അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിന് ഒരു സംശയം ഉണ്ടാകുന്നതിന് മുൻപ് മീഡിയ മലയാളം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പല തവണ ചോദിച്ചതാണ്, ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ഇതിൽ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒന്നുകിൽ CBI അന്വേഷണം, കാരണം ഇനിയൊരു റീപോസ്റ്റ്മോർട്ടം ആ കുടുംബത്തിന് സാധ്യമല്ലാത്ത കാര്യമാണ്. അതൊരു വീഴ്ച തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇങ്ങനെ ഒരു ദുരൂഹത അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛനെ കൊലപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ആ മൃതദേഹം സംസ്കരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നീട് അത് റീപോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരാൻ സാധിച്ചേനെ. ഇനി അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു കഴിയില്ല. ഇനി അതിന്റെ ഒരു സമയം കഴിഞ്ഞു. നമ്മളിനി ആ കാര്യം പറഞ്ഞ് വീണ്ടും കുടുംബത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇവിടെ കോടതി കൃത്യമായ നിലപാടെടുത്താൽ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്, മഞ്ജുഷ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്, അവർ പറയുന്നതിലും കൃത്യമായ കാര്യങ്ങളുണ്ട്. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ പോലും പോലീസിന് എവിടെയൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. അത് പോലീസായിട്ടുള്ള തെറ്റുകളല്ല. ചിലർ മനഃപൂർവ്വം തെറ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ പോലീസിനെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലത് മറച്ചു വെക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് കടന്നതെന്ന് കോടതിക്ക് തോന്നിയാൽ തീർച്ചയായും കോടതി CBI അന്വേഷണത്തിന് ശ്രമിക്കും, അല്ലേ? മാത്രമല്ല തന്നെ ഈ പോലീസ് അന്വേഷണത്തിൽ, അത് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം തന്നെ CPM-ന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ കണ്ണൂർ SP വരെ CPM പറയുന്നിടത്ത് നിൽക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന മഞ്ജുഷ കൃത്യമായി SP-യെ വിളിച്ച് സംസാരിക്കുകയും SP പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യേണ്ട എന്നും ഒന്നുകിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ചെയ്യാമെന്നും പറയുന്ന സമയത്ത്, അതായത് കണ്ണൂർ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് നവീൻ ബാബു മരണപ്പെട്ട വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള, അതും അങ്ങോട്ട്, അതായത് ഈ പറയുന്ന മംഗലാപുരം ഭാഗത്തേക്ക്, കാസർഗോഡ് ഭാഗത്തേക്ക് കിടക്കുന്ന ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ്, ആ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത്രയും ദൂരം കൊണ്ടുപോയിട്ട് എന്തിനാണ് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ്. പിന്നെ കളക്ടറോട് പറയുമ്പോൾ കളക്ടർ എന്താണ് പറയുന്നത്? അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാമെന്ന് ആദ്യം പറയുന്നു, പിന്നീട് പറയുന്നു ഇതിലൊരു ക്രമക്കേടും ഉണ്ടാകില്ല, ഞാൻ ഉറപ്പ് തരുന്നു. അതായത് കള്ളന്റെ കയ്യിൽ കോഴിയെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണി കളക്ടർ അവിടെ കൃത്യമായി എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വളരെ കൃത്യമായി ഇപ്പോൾ വളരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതായത് പോസ്റ്റ്മോർട്ടത്തിലൊന്നും കൃത്യമായി കിട്ടാത്ത രീതിയിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കാൻ വളരെ നല്ല മർമ്മവിദ്യ അറിയാവുന്ന ആളുകൾ, അതായത് 18 മർമ്മങ്ങളിൽ കൃത്യമായി നാഡികളിലൂടെ ഓടുന്ന പ്രാണനെ കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന മർമ്മവിദ്യകൾ അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടിയ തട്ടാണെങ്കിൽ അത് ഒരു കാരണവശാലും ഈ പറയുന്ന സയന്റിഫിക് പോസ്റ്റ്മോർട്ടങ്ങളിലൊന്നും കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഇന്ന് മീഡിയ മലയാളം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് റിപ്പോർട്ട് വന്നു, മിനിയാന്ന് അങ്ങനത്തെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ കണ്ണൂരിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കളറിയുടെ പാരമ്പര്യമുണ്ട്, വടക്കൻ പാരമ്പര്യം അതാണ്, കളറിയുടെ ആ രീതിയിലുള്ള പാരമ്പര്യമുള്ള മണ്ണാണ്, കടത്തനാടിൻ്റെ മണ്ണോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലാണോ ഇദ്ദേഹത്തെ മരണപ്പെടുത്തിയത്? എന്തുകൊണ്ട് പിന്നെ ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ വന്നു? താനേ രക്തക്കറ ഒരിക്കലും വരില്ലല്ലോ. രക്തക്കറയുടെ കാര്യം എന്താണ് എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സർക്കാരിൻ്റെ ഭാഗത്ത്, ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത്തരത്തിലൊരു എക്സ്പ്ലനേഷൻ ഇവിടെ
ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് CBI അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ള കൃത്യമായ കാര്യം പറയുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പിന്നെ എന്താണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി എന്ന് പറയുന്ന ആ നേതാവിൻ്റെ ഗുരു എന്ന് പറയുന്നത് ഈ ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, അതായത് പോലീസിനെയും എല്ലാ കേരളത്തിലെ സേനകളെയും കൈയാളുന്ന, അതെ, ഭരണചക്രം തിരിക്കുന്ന ഒരു മഹാനാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരൂ എന്നുള്ളത് ഏതൊരു സാമാന്യ ബോധമുള്ള മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമല്ല ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇവരുടെ തിരക്കിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇൻക്വസ്റ്റ് നടപടികൾ ഈ പറയുന്ന ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ ചെയ്തത്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ അന്വേഷണം, CBIക്ക് പോലും പരിമിതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നാൽ പോലും അത്തരത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടുള്ളൂ. തീർച്ചയായിട്ടും.